ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു പോയിന്റിന്റെ ക്വസ്റ്റ്യൻ വരയ്ക്കും. പോയിന്റ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിക്കോ. എ പോയിന്റ് എ is 30 mm above HP and 25 mm in front of VP. Draw the three views of the point. Okay, draw the three views of the point. Point A is 30 mm above HP and 25 mm in front of VP. Draw the three views. Three views are the front view, top view and side view. Okay, അപ്പോൾ ഇവിടെ ഏത് സൈഡ് വ്യൂ ആണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഏത് സൈഡ് വ്യൂ ആണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് ഞാൻ രണ്ട് സൈഡ് വ്യൂ വരച്ച് എഴുതില്ല, അതുകൊണ്ടാണ് അത് പറയാതിരുന്നത്. ഓക്കെ, നമുക്ക് രണ്ട് സൈഡ് വ്യൂ വരയ്ക്കാം. ലെഫ്റ്റ് സൈഡ് വ്യൂ ആൻഡ് റൈറ്റ് സൈഡ് വ്യൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രൊജക്ഷൻ വരയ്ക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പോയിന്റ് XY ലൈൻ വരയ്ക്കുക. XY ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏത് വ്യൂ ആണോ വരയ്ക്കുന്നത് അതിനനുസരിച്ച് സ്പേസിങ് എടുക്കണം. അതായത് ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു പെൻ ഉണ്ട്. നിങ്ങളിങ്ങനെ പെന്നെ ഫേസ് ചെയ്യിക്കാതിരിക്കുക. പെന്നിൻ്റെ ആണ് പിന്നെ 3 വ്യൂസ് വരയ്ക്കേണ്ടത്. പെന്നിൻ്റെ ഫ്രണ്ട് വ്യൂ നിങ്ങളെ ഫ്രണ്ടൊക്കെ എടുക്കുന്ന വോളിൽ കിട്ടും ഇല്ലേ? പെന്നിൻ്റെ ടോപ്പ് വ്യൂ നിങ്ങൾ നിൽക്കുന്ന ഫ്ലോറിൽ, നിങ്ങൾ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്ന ആ ഫ്ലോറിൽ കിട്ടും. സൈഡ് വ്യൂ കിട്ടുന്നത് രണ്ട് സൈഡ്, നിങ്ങളെ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലെയിൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു പ്ലെയിൻ ഉണ്ട്. അതായത് നിങ്ങളെ ലെഫ്റ്റ് വോളും റൈറ്റ് വോളും, ഇതിലാണ് സൈഡ് വ്യൂ കിട്ടുക. അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സൈഡ് വ്യൂ ഉണ്ട്, ലെഫ്റ്റ് സൈഡ് വ്യൂ ആൻഡ് റൈറ്റ് സൈഡ് വ്യൂ. ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പെന്നിൻ്റെ, അതായത് നിങ്ങളെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുന്നു. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് പെന്നെ നോക്കുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പെന്നെ നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് ഒബ്സർവർ, പിന്നെ ഒബ്ജക്റ്റ്, പിന്നെ പ്ലെയിൻ വരണം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഫോം ചെയ്യുന്നത് എവിടെയാണ്? സൈഡ് വ്യൂ ഫോം ചെയ്യുന്നത് എവിടെയാണ്? നിങ്ങളെ റൈറ്റ് സൈഡിലുള്ള പ്ലെയിനിലായിരിക്കും. അപ്പോൾ ആ റൈറ്റ് സൈഡിലെ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും റൈറ്റ് സൈഡിലോട്ടേക്കാണ് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ പറഞ്ഞതിൻ്റെ ഒരു 3D വരയ്ക്കുകയാണെങ്കിൽ ഇത് നോക്കുക. HP VP ഇവിടെ വരുന്നതാണ് പ്രൊഫൈൽ പ്ലെയിൻ. ഇവിടെ വരുന്നത്. ഓക്കെ, ഇത് HP, ഇത് VP, ഇത് പ്രൊഫൈൽ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരു സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ള ഒരു ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ ഫോം ചെയ്യും, ടോപ്പ് വ്യൂ ഇവിടെ ഫോം ചെയ്യും, സൈഡ് വ്യൂ ഈ പ്ലെയിനിലാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഫോം ചെയ്യും. ബട്ട് ഇത് ഏത് ഡയറക്ഷനാണ് നമ്മൾ നോക്കുന്നത്? നിങ്ങൾ നോക്കുക, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നല്ലേ നോക്കുന്നത്. അപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് ഇവിടെ കിട്ടുക, LSV, ലെഫ്റ്റ് സൈഡ് വ്യൂ. ഇനി ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം അല്ലെ, ഒരു പ്ലെയിനിലേക്ക് കൊണ്ടുവരണ്ടേ? ഇതിനെ താഴോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യും. ഇതിനാ നമ്മൾ ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്കാണ് റൊട്ടേറ്റ് ചെയ്യുക. ഇനി എന്തുകൊണ്ടാണ് ഈ പ്ലെയിൻ എടുത്തത്? അത് നമുക്ക് തോന്നുന്ന പോലെ എടുക്കുന്നതല്ല. നമ്മൾ ഫ്രണ്ട് വ്യൂ ഫോം ചെയ്യുമ്പോൾ ഫസ്റ്റ് ആദ്യം ആരാണ്? ഒബ്സർവർ അല്ലേ, പിന്നെ ഒബ്ജക്റ്റ് അല്ലേ, ഒബ്സർവർ, അത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് വരും അല്ലേ, അത് കഴിഞ്ഞാൽ എന്ത് വരും? പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വരും. ടോപ്പ് വ്യൂ ഫോം ചെയ്യുമ്പോൾ നോക്കിയേ, ഫസ്റ്റ് ആരാണ്? മുകളിൽ ഒബ്സർവർ അല്ലേ, ഒബ്സർവർ, അത് കഴിഞ്ഞാൽ ഈ പോയിന്റ് അല്ലേ, അത് ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞാൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. അതേപോലെ എന്തുകൊണ്ട് ഈ പ്ലെയിൻ എടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡ് വ്യൂവിന് ഈ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒബ്സർവർ കഴിഞ്ഞാൽ പിന്നെ പ്ലെയിന് വരും, അത് ശരിയാവില്ല. അപ്പോൾ ഒബ്സർവർ കഴിഞ്ഞാൽ എന്ത് വേണം? ഒബ്ജക്റ്റ് വേണം. ഓക്കെ, ഒബ്സർവർ, ഒബ്ജക്റ്റ്, പിന്നെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. അങ്ങനെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ നോക്കിയതാണ് ലെഫ്റ്റ് സൈഡ് വ്യൂ. ലെഫ്റ്റ് സൈഡ് വ്യൂ എവിടെയാണ് കിട്ടുക? ഇവിടെയാണ് കിട്ടുക. ഇതിന് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ മാറ്റി വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഇതിനെ ഒരു പ്ലെയിനിലേക്ക്, എല്ലാ പ്ലെയിനെയും 3 പ്ലെയിനെയും റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഫ്രണ്ട് വ്യൂ കിട്ടും, ഇവിടെ ടോപ്പ് വ്യൂ കിട്ടും, ഇവിടെയാണ് എന്ത് കിട്ടുക? സൈഡ് വ്യൂ. അതെന്താണ്? ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ഇത് വരയ്ക്കാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിന് എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ വരയ്ക്കുക, എന്നിട്ട് ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതിനെ ഇവിടത്തേക്ക് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് ആർക്ക് വരച്ചിട്ട് ഇങ്ങനെ വന്നാൽ രണ്ടും സെയിം ആയിട്ട് കിട്ടും.
ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, ലെഫ്റ്റ് സൈഡ് വ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എവിടെയാണ് കിട്ടുക? നമ്മുടെ കൈയുടെ നമ്മളെടുത്ത് നോക്കുമ്പോൾ, നമ്മുടെ നോട്ട്ബുക്കിൽ നമ്മളെ ബേസ് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലാണ് കിട്ടുക. അപ്പോൾ റൈറ്റ് സൈഡ് വ്യൂ എവിടെയായിരിക്കും? ഈ ഡയറക്ഷൻ നോക്കുന്നതാണ് റൈറ്റ് സൈഡ് വ്യൂ. റൈറ്റ് സൈഡ് വ്യൂ എവിടെ കിട്ടും? ലെഫ്റ്റ് സൈഡിൽ കിട്ടും, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ മാറും, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് റൈറ്റ് സൈഡ് വ്യൂ ആണ്. റൈറ്റ് സൈഡ് വ്യൂ ഇവിടെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു പറഞ്ഞാൽ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇവിടെ സൈഡ് വ്യൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് ഏത് വേണേൽ വരയ്ക്കാം. ഇനി ഈ പ്രോബ്ലത്തിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട് വ്യൂ മാക്സിമം ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, കാരണം നിങ്ങൾക്ക് സൈഡ് വ്യൂ ഇവിടെയാണ് വരിക. ഇനി റൈറ്റ് സൈഡ് വ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, നമ്മൾ മാക്സിമം റൈറ്റ് പോയിട്ട് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കണം, കാരണം സൈഡ് വ്യൂവിന് വേണ്ടിയിട്ട് ഇപ്പത്തെ മാർജിൻ്റെ സ്ഥലത്ത് സ്പേസ് വേണം. ഓക്കെ, അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡ് വ്യൂ എടുക്കുന്നെങ്കിൽ ഇവിടെയാണ് ഫോം ചെയ്യുക, ഈ ഡയറക്ഷൻ നോക്കുമ്പോൾ ഇവിടെയാണ് ഫോം ചെയ്യുക, ഇതിനെ ഇങ്ങോട്ടേക്കാണ് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് താഴത്തോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്താൽ ഓക്സിലറി ഫ്രണ്ട് വ്യൂ ആണ് ഫോം ചെയ്യുന്നത്, അതും സൈഡ് വ്യൂ തന്നെയാണ്. ബട്ട് ഇൻ ടെക്നിക്കൽ ഡ്രോയിങ് യൂഷ്വലി നമ്മൾ ഏതാ എടുത്തിരിക്കുന്നത് ഓക്സിലറി ടോപ്പ് വ്യൂ ആണ്. കാരണം ഇത് ഈ പ്ലെയിൻ ഇതിനും പെർപെൻഡിക്കുലർ ആണ്, ഇതിനും പെർപെൻഡിക്കുലർ ആണ്. ഇതാണ് പെർപെൻഡിക്കുലർ, ഇവിടെയാണ് പുതിയ റെഫറൻസ് ലൈൻ x1 y1. ഇങ്ങോട്ടേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതായിരിക്കും x1 y1. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് എന്താണ്? ഇത് HP, ഇത് VP വരും. സോറി, ഇതിനെ ബോട്ടിൽ എടുക്കുന്നത് ഇത് VP ആണ്, ഇതെന്താണ്? HP ആണ്. ഇതിനെ ബോട്ടിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് VP, ഇത് HP ആകുമ്പോൾ ഇവിടെ ടോപ്പ് വ്യൂ ആണ് ഫോം ചെയ്യുക. ഓക്സിലറി ടോപ്പ് വ്യൂ ആണ് ശരിക്കും ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡ് വ്യൂ നമ്മൾ വരയ്ക്കുന്നത്. തിരിച്ചെടുത്തു കഴിഞ്ഞാൽ തെറ്റൊന്നല്ല, ബട്ട് നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്ത് ഇതായതുകൊണ്ട് ഇത് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഈ പ്രോബ്ലത്തിലേക്ക് വരാം. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഫസ്റ്റ് റെഫറൻസ് ലൈൻ തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുന്നു. ഓക്കെ, ഞാൻ രണ്ടും വരച്ചു തരാം. ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കുന്നത് കേട്ടോ. ഏതെങ്കിലും ഒന്ന് വരച്ചാൽ മതി, നിങ്ങൾ രണ്ടും പിന്നെ ഇപ്പോൾ ഇവിടെ വരച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് റെഫറൻസ് തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുന്നു. ഞാൻ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ പ്രൊജക്ടർ ലൈൻ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പോയിന്റ്? എന്താ പോയിന്റ്? രണ്ട് പോയിന്റ് ആണ്, സോറി, പോയിന്റ് എ ആണ്. എയുടെ ഫ്രണ്ട് വ്യൂ എ ഡാഷ്. ഓക്കെ, എത്ര ഹൈറ്റ് ആണ്? 30 mm എബോവ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഡിസ്റ്റൻസ് 30 ആണ്. ഇത് 30 ആണ്. ഇൻ ഫ്രണ്ട് എത്രയാകുമ്പോൾ 25 ആണ്. അപ്പോൾ ഇത് എ ആണ് ടോപ്പ് വ്യൂ. എ 25 mm in front of VP. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് 25. ഇതെല്ലാവർക്കും അറിയാം. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ച്. ഇനി എന്ത് വരയ്ക്കണം? സൈഡ് വ്യൂ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ സൈഡ് വ്യൂ വരയ്ക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിലാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അടുത്ത റെഫറൻസ് ലൈന് വരയ്ക്കുക. അടുത്ത റെഫറൻസ് ലൈന് വരയ്ക്കുമ്പോൾ തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുന്നു. അത് എന്താണ്? ലെഫ്റ്റ് സൈഡിൽ എടുക്കുക, സോറി റൈറ്റ് സൈഡിൽ എടുക്കുക. കാരണം ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിലാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വരുന്ന ഒരു ഡൗട്ടാണ്, ഈ ഡിസ്റ്റൻസ് ഇല്ലേ, ഈ ഡിസ്റ്റൻസ് എത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഈ ഡിസ്റ്റൻസ് പ്രോബ്ലത്തിൽ തന്നാൽ മാത്രം, അതായത് പ്രൊഫൈൽ പ്ലെയിൻ ഈസ് 10 mm അല്ലെങ്കിൽ 50 mm റൈറ്റ് ഓഫ് ദ പോയിന്റ് എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഡിസ്റ്റൻസ് എടുക്കണ്ടൂ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റൻസ് എടുക്കാം. ഈ പ്രോബ്ലത്തിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടോ? ഒന്ന് രണ്ട് പേർക്ക് മൈക്ക് ഓൺ ചെയ്തൂടെ? കാരണം അല്ലാതെ എനിക്കൊരു ക്ലാസ്സിൽ ഒരു സുഖം കിട്ടുന്നില്ല. നിങ്ങൾ പ്രത്യേകിച്ച് മൈക്ക് നോയ്സ് ഒന്നും ഇല്ലാത്ത റൂമിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ തരാത്തതുകൊണ്ട് നമുക്ക് എനി ഡിസ്റ്റൻസ് എടുക്കാം. അങ്ങനെ ഇത് ലൈൻ വരച്ചു. ഇനി നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം. നമ്മൾ രണ്ട് കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഓക്സിലറി ടോപ്പ് വ്യൂ ആണ് കിട്ടുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പ്രൊജക്ടേഴ്സ് ഓക്സിലറി ടോപ്പ് വ്യൂ വരയ്ക്കണമെങ്കിൽ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. അതുകൊണ്ട് ഫ്രണ്ട് വ്യൂന്ന് പുതിയ റെഫറൻസ് ലൈനിലേക്ക് പെർപെൻഡിക്കുലർ, ആ റെഫറൻസ് ലൈനിന് പേര് കൊടുക്കണം. അത് കാര്യം കൊടുക്കട്ടെ. ഇത് എന്താണ്? XY ആണ്. ഇതെന്താണ്? X1 Y1. XY ആൻഡ് X1 Y1. ഓക്കെ, ഇനിയും എന്ത് വരയ്ക്കണം? നമുക്ക് ഓക്സിലറി ടോപ്പ് വ്യൂ വരയ്ക്കണമെങ്കിൽ ഈ പോയിന്റിൽ നിന്ന്, ഫ്രണ്ട് വ്യൂവിൽ നിന്ന് പുതിയ റെഫറൻസ് ലൈനിലേക്ക് പെർപെൻഡിക്കുലർ എടുക്കുക. എന്നിട്ട്
ടോപ്പ് വ്യൂവിൽ നിന്ന് XY ലൈനിന് ടോപ്പ് വ്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഒബ്സർവ് ചെയ്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഒബ്സർവ് ചെയ്താണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2.8 ആണ് എനിക്കിവിടെ കാണുന്നത്. ഈ 2.8 ഇവിടെ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ആ പോയിന്റ്, സൈഡ് വ്യൂയുടെ പോയിന്റ്, ഇവിടെ കിട്ടുന്ന ഈ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പോയിന്റ്. ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയ കോൺസെപ്റ്റ്. അപ്പോൾ ഇതിനെന്ത് കൊടുക്കുന്നു? A ഡബിൾ ഡാഷ് കൊടുക്കുന്നു. ബട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ PA വർഗീസിൽ കാണുന്ന ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിലൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ത് വരയ്ക്കുക? X1 Y1 വരയ്ക്കുക. എന്നിട്ട് ടോപ്പ് വ്യൂവിൽ നിന്ന് ഈ X1 Y1ലേക്ക് പ്രൊജക്ടർ വരയ്ക്കുക. ഫ്രണ്ട് വ്യൂവിൽ നിന്ന് XY ലൈന് പാരലായിട്ടൊരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഇത് ടോപ്പ് വ്യൂവിൽ നിന്ന് XY ലൈന് പാരലായിട്ട് X1 Y1ലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോമ്പസ് എടുത്തിട്ട് ഇത് സെൻറ്ററായിട്ട് ഇതിനൊരു പേരൊക്കെ കൊടുക്കും. ഇതിന് അവർ O എന്നൊക്കെ കൊടുക്കും, O. അപ്പോൾ ഇതിന് A1 എന്ന് കൊടുക്കും. ഓക്കെ, ആ പേരൊന്നും കൊടുക്കണം നിർബന്ധമില്ല, നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. OA1 റേഡിയസിൽ ആർക്ക് വരയ്ക്കാനാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ OA1 റേഡിയസിൽ ആർക്ക് വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, ആർക്ക് വരയ്ക്കുന്നു. ആർക്ക് വരച്ചിട്ട് അതിൽ നിന്ന് പെർപെൻഡിക്കുലർ പ്രൊജക്ടർ മുകളിലേക്ക് വരയ്ക്കുക. ഓക്കെ, മുകളിലേക്ക് പെർപെൻഡിക്കുലർ പ്രൊജക്ടർ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നേരത്തെ ഞാൻ ഡിസ്റ്റൻസ് എടുത്തപ്പോൾ തെറ്റിപ്പോയതാണ്. രണ്ടും സെയിം ആണ്. നമുക്ക് ഇവിടെ കിട്ടും, ഇവിടെ ഈ പോയിന്റ് A ഡബിൾ ഡാഷ് കിട്ടും. ഇതാണ് A ഡബിൾ ഡാഷ് കേട്ടോ. ഈ പോയിന്റ് ഇതാണ് A ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് പഠിച്ചു, ബട്ട് ഇതേപോലെ ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു 10 പോയിന്റ് ഉണ്ടെങ്കിൽ ഓരോ 10 പോയിന്റും ഇതേപോലെ ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും തമ്മിൽ ജോയിൻ ചെയ്ത് ലൈന് വരയ്ക്കുക. എന്ന് പറഞ്ഞാൽ ലൈന് വരച്ചാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 90 അല്ലേ? അപ്പോൾ ഇതെന്താണ്? 45 ഡിഗ്രി, 45 ഡിഗ്രി. അങ്ങനെ 45 ഡിഗ്രി ലൈൻസ് വരച്ചിട്ടും ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ചെയ്ത് വെക്കുക. നല്ലത് ഈ ആർക്ക് വരച്ച് ചെയ്യുന്നതായിരിക്കും. കാരണം മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അങ്ങനെ കാണുന്നതുകൊണ്ട് അതായിരിക്കും വാല്യൂ ചെയ്യുന്നവർ പെട്ടെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സൈഡ് വ്യൂ ആയിരിക്കും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഡബിൾ ഡാഷ് വിട്ട് വരുന്നത് A ഡാഷ് A ഡബിൾ ഡാഷ്, A ഡാഷ് ഫ്രണ്ട് വ്യൂ, A ടോപ്പ് വ്യൂ, A ഡബിൾ ഡാഷ് സൈഡ് വ്യൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തോ. ഇത് നമ്മൾ വരച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് വ്യൂ LSV. അതേപോലെ നമുക്ക് ഈ സെയിം കേസിൽ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കണമെങ്കിൽ, അപ്പോൾ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ എന്താണ് നമ്മൾ ഈ സ്പേസിങ് നോക്കണം. കാരണം ഈ റൈറ്റ് സൈഡിലാണ് എന്ത് വരിക, ലെഫ്റ്റ് സൈഡിലാണ് എന്ത് വരിക? ഈ റൈറ്റ് സൈഡ് വ്യൂ വരിക. അപ്പോൾ അതിൻ്റെ സ്പേസ് എടുക്കണം. അതുകൊണ്ട് മാക്സിമം ഈ എൻഡ് കൊണ്ടുപോയിട്ട് വരയ്ക്കുന്നു. അതായത് ഇവിടെ വരയ്ക്കുന്നെങ്കിൽ മാക്സിമം ഈ എൻഡ് കൊണ്ടുപോയിട്ടാണ് വരയ്ക്കുന്നത്. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആദ്യം വരയ്ക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ സെയിം A ഡാഷ് A ലൊക്കേറ്റ് ചെയ്യുക. 25 ആൻഡ് 30 ആൻഡ് 25. ഇവിടെ A ഡാഷ്, ഇവിടെ A. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് നേരത്തെ വരച്ചിരുന്നത്, റൈറ്റ് സൈഡ് കിട്ടി. റൈറ്റ് സൈഡ് വ്യൂ എവിടെ കിട്ടുക? നമ്മൾ ലെഫ്റ്റ് സൈഡിലെ പ്ലെയിനിലാണ് ഫോം ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് റൈറ്റ് സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് ഇവിടെ ഒരു X1 Y1 വരയ്ക്കുക. ആ X1 Y1 വരയ്ക്കുമ്പോൾ ഈ ഡിസ്റ്റൻസിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല, പ്രോബ്ലം തന്നിട്ടില്ലെങ്കിൽ. ഓക്കെ, X1 Y1 വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെയാണ് ആൻസർ വരിക. അപ്പോൾ ഇതിനുള്ള സ്പേസ് നമ്മൾ ആദ്യം വേണം. നമ്മുടെ മാർജിൻ ഇവിടെയാണ് വരിക. ഓക്കെ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ ഫോംസ് ഓൺ റൈറ്റ് സൈഡ് വ്യൂ ഫോംസ് ഓൺ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ തിൻ ലൈൻസ് ഇത് പ്രൊജക്റ്റ് ചെയ്യുക, പാരൽ ലൈൻസ് വരയ്ക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? A ഡാഷിന്ന് പുതിയ റെഫറൻസ് ലൈൻ X1 Y1ലേക്ക് XY ലൈനിന് പാരലായിട്ട് പ്രൊജക്ടർ വരയ്ക്കുക. ഒരു തിൻ ലൈൻ വരയ്ക്കുക. അതേപോലെ Aയിൽ നിന്ന് X1 Y1ലേക്ക് മാത്രം എക്സ്റ്റെൻഡ് ചെയ്യുക.
എന്നിട്ട് കോമ്പസ് എടുക്കുക, കോമ്പസ് എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, അതിനു മുമ്പ് ഈ പോയിന്റിനൊക്കെ പേരൊക്കെ കൊടുക്കുക. ഈ പോയിന്റ് സെൻറ്റർ ആയിട്ട് കോമ്പസ് എടുത്ത് ഇത് ഈ പോയിന്റ് സെൻറ്റർ, ഇത് ഈ മീറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ഈ രണ്ട് പോയിന്റ് തമ്മിൽ റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് ഇവിടത്തേക്ക് ആർക്ക് വരയ്ക്കും. ഓക്കെ, ആർക്ക് വരച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതിപ്പോൾ പോയിന്റ് എ അല്ലേ, അപ്പോൾ എ ഡാഷിന്ന് പോയി കഴിഞ്ഞിരിക്കുന്ന ഹൊറിസോണ്ടൽ ലൈൻ, അതേപോലെ ഒന്ന് കൂടുതൽ പോയിന്റ് ഉണ്ടെങ്കിലോ ബി ഡാഷിന് ഉണ്ടാവും, സി ഡാഷിന് ഉണ്ടാവും, ഡി ഡാഷിന് ഉണ്ടാവും. കറസ്പോണ്ടിങ് ലൈനിലേക്ക് പ്രൊജക്ടർ വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പ്രൊജക്ടർ വരയ്ക്കും. ഈ കിട്ടിയിരിക്കുന്ന പോയിന്റ് ആയിരിക്കും എ ഡബിൾ ഡാഷ്. ഇതാണ് എ ഡബിൾ ഡാഷ്. ഈ പോയിന്റ് ആണ് എ ഡബിൾ ഡാഷ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ഇതേതാണ് റൈറ്റ് സൈഡ് വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് കേസായിട്ട് നിങ്ങൾ വരച്ചു വെക്കുക ഇപ്പോൾ തന്നെ. എക്സ് വൈ നോട്ട് ചെയ്തോ. അത് കഴിഞ്ഞ ഉടനെ ഒരു ലൈനിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകണം.